ഹായ്. ഇന്ന് വെക്കേഷനൊക്കെ അല്ല, അപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നല്ല അടിപൊളി ഗ്രില്ലഡ് ചിക്കൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കരുതി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറാക്കാം, അതിനാവശ്യമായ മസാലകൾ എങ്ങനെയൊക്കെ തയ്യാറാക്കാം എന്നൊക്കെ. ഓക്കെ, ഇതിനാവശ്യമായിട്ട് എടുത്തിട്ടുള്ള ചിക്കനാണ് ഇത്. ആവശ്യമായ ചിക്കൻ കഴുകി എടുക്കുക. അതിനുശേഷം മല്ലിയില, പുതിനയില എന്നിവ ചേർത്ത്, കൂടെ കറിവേപ്പില ഇതെല്ലാം ചേർത്തൊന്ന് അരച്ചെടുക്കണം. ഓക്കെ, അരച്ചെടുത്തു. അതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് അരച്ചെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായ മസാല കൂട്ടി തയ്യാറാക്കാം. ആവശ്യമായി നിങ്ങൾ എരിവിനനുസരിച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കൂടെ നമ്മൾ അരച്ചെടുത്ത ആ മല്ലിയില, പുതിനയില, പച്ചമുളക് ഇതിൻ്റെ അരപ്പ്, പിന്നെ ഒരു 3 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1.5 ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ്, പിന്നെ കുറച്ച് തൈര്, മുളക് പൊടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് വീണ്ടും ചേർത്ത് കൊടുക്കുക. അത് മുളക് പൊടി കുറച്ച് ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇവ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്തു. ഓക്കെ, നല്ലോണം മിക്സ്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം എത്ര സമയം നമ്മളിത് വെയിറ്റ് ചെയ്ത് വെക്കുന്നു അതിനനുസരിച്ച് മസാലകൾ ചിക്കനിൽ പിടിച്ചിരിക്കും. നമുക്ക് ആ സമയം കൊണ്ട് ഇനി നമുക്ക് ഗ്രില്ലുണ്ടാക്കാൻ ആവശ്യമായ കരി തയ്യാറാക്കാം. കരി തന്നെ നമുക്ക് പാക്കറ്റ് വാങ്ങാൻ കിട്ടും, പക്ഷേ നല്ല ചിരട്ടക്കരി കൊണ്ടും നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അത് പലർക്കും വാങ്ങാൻ കിട്ടണമെന്നില്ല. ഞങ്ങൾ ഏതായാലും ഇത് മാർക്കറ്റിൽ പോയ സമയത്ത് കരി വാങ്ങാൻ മറന്നുപോയി. അപ്പോൾ വീട്ടിലെത്തി ഒക്കെ രാത്രി ആയ സമയത്ത് തയ്യാറെടുക്കുന്ന സമയത്താണ് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഏതായാലും ചിരട്ടക്കരി കൊണ്ട് തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു. ഏകദേശം ഇവിടെ നമ്മുടെ കരി തയ്യാറായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ ഇതുപോലെ വെച്ച് കൊടുക്കുക. കരി പിടിക്കാതെ, നമുക്ക് തീ പിടിക്കാതെ, കത്തി പിടിക്കാതെ നമുക്ക് ലഭിക്കുമ്പോൾ അതുപോലെ എന്തെങ്കിലും പ്ലേറ്റോ എന്തെങ്കിലും ഒരു പേപ്പർ കഷ്ണങ്ങളോ ഇതുകൊണ്ട് നല്ലോണം വീശിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഒരു സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇട്ട് അത് മറിച്ചിട്ടതാണ്. അപ്പോൾ ഇവിടെ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറായി. എന്താ ഗ്രില്ലഡ് ചിക്കൻ തയ്യാറായിട്ടുണ്ട്. ഈ ഗ്രില്ലഡ് ചിക്കൻ ഒരു കുബൂസിൻ്റെ കൂടെ അടിച്ചാറുണ്ടല്ലോ. എന്താ പാട് ഗ്രില്ലഡ് ചിക്കന്? നീ കഴിച്ചു തുടങ്ങിയാൽ നമുക്ക് ആ